മുതൽ നമ്മൾ വായിക്കുന്നത് നമ്മളിങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചപ്പം ഇപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യാൻ, നമുക്കിങ്ങനെ ആലോചിക്കാൻ നമ്മൾ ഈ ഡയറി എടുത്തു വയ്ക്കാൻ മതി. കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ വളരെ ലളിതമായി നമുക്ക് എന്ത് ചെയ്തു, നമ്മളിൽ ഇനി എഴുതുന്ന സമയത്ത് നമ്മളിൽ ഒരു വികാസം ഉണ്ടാവും. എഴുതിയത് പിന്നെ മറക്കാൻ സാധ്യത കുറവാണ്. നമ്മളെ മനസ്സിലേക്ക് കുറേ ആശയങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വായിക്കുക, ഇതേപോലെ നമ്മൾ നന്നായി സംസാരിക്കുക, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡയറിയിൽ നമ്മൾ എഴുതി വെക്കുക, നമ്മളെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു വ്യക്തിത്വത്തെ സ്വയം വളർത്തിക്കൊണ്ടുവരിക. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ വായിക്കുന്നത് കളിക്കുടുക്കും ബാലരമയും കുസുമും ഒക്കെ വായിക്കും. മണ്ടപ്പൻ ദി ഗ്രേറ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വായന, അല്ലേ? നമ്മൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എത്തുമ്പോഴും പിന്നെ നമ്മൾ മണ്ടപ്പൻ ദി ഗ്രേറ്റ് ആകരുത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 50 വയസ്സാകുമ്പോഴും മണ്ടപ്പൻ ദി ഗ്രേറ്റ് എന്നുള്ള അവാർഡ് നമുക്കാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, 1ാം ക്ലാസ്സിൽ നമ്മൾ വായിച്ച സാധനങ്ങളല്ലേ 2ാം ക്ലാസ് വായിച്ചല്ലോ. അപ്പോൾ 8ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ വായന മാറണം, അല്ലേ? 10ാം ക്ലാസ്സിലെത്തുമ്പോൾ വായന വേറെ സ്റ്റെപ്പിലേക്ക് മാറണം. ഹയർ സെക്കൻഡറി എത്തുമ്പോൾ വായനയ്ക്ക് വേറെ ഒരു മാനം ഉണ്ടാകണം, വേണ്ടേ? അങ്ങനെ ജീവിതത്തിലുടനീളം നമ്മളെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ വായനയിലും ചിന്തയിലും ആലോചനയിലും മാറ്റങ്ങൾ ഉണ്ടാകണം. ഓക്കെ ആണോ? പിന്നെ നമ്മൾ വായിക്കുന്നതൊക്കെ നമ്മൾ എന്തിനാ വായിക്കുന്നത്, നമ്മൾ എന്തിനാ പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ നന്നാകാനാണ്. സംശയമില്ലല്ലോ? സംശയമുണ്ടോ? നമ്മൾ നന്നാകാനാണ്. രണ്ടാമത്തത്, നമ്മളിലൂടെ സമൂഹത്തിലേക്ക് ഈ നന്മയെ നമുക്ക് എത്തിക്കാൻ പറ്റണം. ഇതാണ് ദഅവത്ത്, അല്ലേ? നമ്മളിലൂടെ ഒരു നന്മയെ സമൂഹത്തിലേക്ക് എത്തിക്കണം. നമ്മൾ നാട്ടിൽ പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടാവില്ലേ, ഫ്രണ്ട്സ് ഇല്ലേ? ഒരു സൈക്കിളൊക്കെ ആയിട്ട് വരില്ലേ? അപ്പോൾ നമ്മൾ പല വഴിക്കും പോവും, ഓലെ കൂടെ പലയിടത്തും പോവും, അങ്ങാടിയിലേക്ക് പോവും, അല്ലേ? പോണ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിലൂടെ ഒരു ആശയത്തെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എത്തിച്ചു കൊടുക്കുക, അങ്ങനെ എത്തിച്ചു കൊടുക്കുക, അവരിൽ ചില വാല്യൂസ് നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ വാല്യൂസ് ശരിക്കും അറിയില്ല, എന്താണ് മൂല്യം എന്നറിയില്ല. അപ്പം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ട, ഇടയ്ക്ക് നമ്മളെ ദർസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നമ്മളെ ദർസിലുള്ള നല്ല സംഗതികൾ പറഞ്ഞു കൊടുക്കണം. അവരെയും ഇൽമിലേക്ക്, ദർസിലേക്ക്, നല്ല ചിന്തയിലേക്ക്, നിസ്കാരത്തിലേക്ക് ആകർഷിപ്പിക്കണം. നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ നിസ്കരിക്കും, അല്ലേ? നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമ്മളെ ഫ്രണ്ടിനോട് പറയുമ്പോൾ നമ്മളെ കൂടെ പോരില്ലേ? പോരില്ല? പോരും, ഒരു സംശയമില്ല. നിങ്ങളെ ഫ്രണ്ട് നിങ്ങളോട് ചോദിക്കാൻ നമ്മൾ ചായ പിടിക്കല്ലേ വെച്ചാൽ നിങ്ങൾ പോതക്കോ? നിങ്ങൾ പോയില്ലേ? പോവും. അതേപോലെ നിങ്ങളൊരു കാര്യത്തിന് ഓനെ വിളിക്കും, മോനും പോരില്ലേ? പോരും. ഓ, കേട്ടില്ല? പള്ളി പോകും വരില്ല. അപ്പം നിങ്ങൾ ശ്രമം തുടരണം. ഒരിക്കൽ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയും വിളിക്കണം, പിന്നെയും വിളിക്കണം, പിന്നെയും വിളിക്കണം. അങ്ങനെ പതുക്കെ നമ്മളിൽ ഉസ്താദ് ഉണ്ടാക്കിയ വാല്യൂസ്, മൂല്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, കൂട്ടുകാരിലേക്ക്, വീട്ടിലേക്ക് പതുക്കെ ഷെയർ ചെയ്യണം. ഇതെല്ലാം കൂടി നാളെ തന്നെ പോയേണ്ടത് ഏതോ ചെയ്യാനുള്ളതല്ല, പതുക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരിലൊരു മാറ്റം ഉണ്ടാവും. അവർക്ക് ദീനിനോട് താല്പര്യം ഉണ്ടാവും, അല്ലേ? അവർക്ക് ഇൽമിനോട്, മുത്തഅല്ലിമീങ്ങളോട്, ഉസ്താദുമാരോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. ഈ താല്പര്യം നമ്മൾ സ്വയം ജനിപ്പിക്കണം. അതിന് നമ്മളെ വാക്കുകളിലും പെരുമാറ്റവും ഒക്കെ ശരിക്കും സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ സംശയങ്ങളില്ല. ഇതാണ് പ്രബോധനം, ഇതാണ് ദഅവത്ത്, അല്ലേ? നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ എതിർപ്പ് നേരിട്ടിട്ടുണ്ട്. എന്നിട്ട് മാറിയില്ലേ ലോകം മാറിയണോ? മാറിയോ? മാറി. എങ്ങനെ മാറി? സ്നേഹത്തിലൂടെ, അല്ലേ? ആർദ്രതയിലൂടെ ആളുകളെ അഭിമുഖീകരിച്ചു. നമ്മൾ ഇതേപോലെ ദേഷ്യം പിടിക്കുന്ന വേണ്ട, ആൾക്കാരോട് നന്നായി ഇടപെട്ട് കഴിഞ്ഞാൽ ആൾക്കാരിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ പതുക്കെ സജീവമാകുന്ന സമയത്ത് ആ നാട്ടിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ജനങ്ങൾക്ക് എന്താണ് മൂല്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മൂല്യം അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ, അല്ലേ? അപ്പോൾ നിങ്ങളെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 10, 30, 25, 40 വയസ്സായ ആൾക്കാരുണ്ടാവും, അല്ലേ? അവർക്കാണോ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുക, നമുക്കാണോ? ആർക്കുണ്ടാകുക? നമ്മളെ മുന്നേ ജീവിച്ചു പോയ ആൾക്കാർ. നമ്മൾ ബാപ്പനി വെല്ലിപ്പനൊക്കെ കണ്ടാണ്ട് നാട്ടിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ നോക്കിയാണ്ട് ഇപ്പം പുതിയ ആൾക്കാർ തന്ത വൈബാണ് പറയും. അങ്ങനെ പറയലുണ്ടോ? കേട്ടില്ലേ നിങ്ങൾ? ഒരു തന്ത വൈബാണ്. അത് നല്ല വാക്കാണോ ആക്ഷേപമാണോ? അത് ആക്ഷേപമാണ്. ശരിക്കും 40 കൊല്ലം 50 കൊല്ലം ജീവിച്ച ഉപ്പാക്കാണോ കൂടുതൽ അനുഭവം ഉണ്ടാകുക? 16 വയസ്സായ 12 വയസ്സായ അമ്മക്കാണോ കൂടുതൽ അനുഭവം ഉണ്ടാകുക? എന്താ സംശയം? എൻ്റെ ഉപ്പാക്കാണ് എന്നെക്കാളും ഏറെ അനുഭവം ഉള്ളത്. ഉപ്പയാണ് ഈ കാലത്ത് സമൂഹത്തിൽ ജീവിച്ചത്. എൻ്റെ ഉസ്താദിനാണ് എന്നെക്കാളും അനുഭവം ഉള്ളത്. എൻ്റെ കാക്കക്കാണ് എന്നെക്കാളും അനുഭവം ഉള്ളത്. എൻ്റെ ഉമ്മക്കാണ് എന്നെക്കാളും അനുഭവം ഉള്ളത്. ഇത് നമ്മളെപ്പോഴും ഒരു ബഹുമാനത്തോടെ കാണണം. എന്നെക്കാൾ ജീവിച്ചൊരു മനുഷ്യനാണ് മൂപ്പര് പറയുന്നത് കാര്യമാണ്. ശരിയല്ലേ? അങ്ങനെയല്ലേ കാണുമ്പോൾ അത് തന്തവൈബല്ല. മൂപ്പര് നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. മൂപ്പര് പറഞ്ഞു തരുന്നത് അനുസരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിൽ, നിങ്ങൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 6ലോ? ഞാൻ വെറുതെ ഒരു പരീക്ഷണത്തിന് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കണം, എൻ്റെ സമയം കഴിഞ്ഞു. ഒരു കാര്യം, നിങ്ങളിപ്പോൾ LKG ക്ലാസ്സിലാണ് പഠിക്കുന്നത് സങ്കല്പിച്ചാലോ, അത് പ്രയാസമാവോ? വലിയ പ്രയാസം ഉണ്ടെങ്കിൽ UKG ആക്കും.
ഇല്ലല്ലോ. നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6-ലല്ല, 6-ൽ എന്നാരോ പറയണ്ടേ? 6-ലല്ല, എത്ര ക്ലാസ്സിലാ? LKG-ലാട്ടോ പഠിക്കുന്നത്. എത്ര ക്ലാസ്സിലാണ്? മറന്നു പോവോ? മറന്നു. അപ്പം നിങ്ങളോട് LKG ക്ലാസ്സിന് ഒരു ദിവസം ടീച്ചർ പറഞ്ഞു, ഇന്ന് നമ്മളെ സ്ഥാപനത്തിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ LKG-ലാട്ടോ, ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങളെ മനസ്സിലെന്താ ഇപ്പം ആഗ്രഹം? ഇപ്പം വരും അല്ലേ? അങ്ങനെ കാത്തിരിക്കുമോ നമ്മൾ? അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടാണ് സ്കൂളിൻ്റെ മുറ്റത്തൊരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് വീഴുന്നത്. ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് കണ്ട് നിങ്ങളെ സ്കൂളിൻ്റെ മുറ്റത്ത് വന്ന്. ആരാ ഹെലികോപ്റ്ററിൽ വരില്ലേ? യൂസുഫ് അലി സാഹിബ്, MA യൂസുഫ് അലി സാഹിബ്. ഒരു മനുഷ്യൻ അല്ലേ, ഒരു സാധു മനുഷ്യൻ, ഒരു 10-36,000 കോടി രൂപയുടെ അസറ്റുള്ള ഒരു സാധു ദരിദ്രൻ അല്ലേ യൂസുഫ് അലി സാഹിബ്. മൂപ്പർ എന്ത് ചെയ്തു? സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ KGൻ്റെ മുന്നിൽ വന്ന് എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഉള്ളിൽ നിന്ന് യൂസുഫ് അലി സാഹിബ് കൊണ്ട് ഇറങ്ങി. നിങ്ങൾ യൂസുഫ് അലി സാഹിബിനെ നിങ്ങൾ നോക്കണേ ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കാൻ നോക്കുക മൂപ്പരെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. ഗിഫ്റ്റ് കൊണ്ടുവരുന്ന് പറഞ്ഞല്ലേ മൂപ്പരെ കയ്യിൽ എന്താ ഉള്ളത്. അങ്ങനെ മൂപ്പര് നേരെ ക്ലാസ് റൂമിൽ കയറി എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കാണാൻ വന്നതാണ്, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണെന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് 2 കയ്യിലും ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് വെടി വെച്ച്. വലത്തെ കയ്യിലുള്ളത് 10,000 രൂപയുടെ ചെക്ക്, 10,000 രൂപയുടെ ഒരു പേപ്പർ ചെക്ക് പിടച്ചിട്ട്, ഈ കയ്യിലുള്ള 2,000 രൂപയുടെ ഐസ്ക്രീം മൂപ്പര് ഫാമിലി പാക്കറ്റ് വടി വെച്ച് മേശയുടെ 2 ഭാഗത്തും വെച്ച് നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG. നിങ്ങളേതെടുക്കുക? എന്തുകൊണ്ടാ? LKG-യിലെ കുട്ടിക്ക് 2,000 രൂപയുടെ വാല്യൂ അറിയില്ല. അറിയില്ല, അതാണ് പ്രശ്നം. അപ്പം നിങ്ങൾ ഐസ്ക്രീം എടുക്കും. ഇപ്പോഴാണ് യൂസുഫ് അലി സാഹിബ് വരുന്നത്. ഇവിടെ 10,000 രൂപയുടെ ചെക്കോ 2,000 രൂപയുടെ ഐസ്ക്രീം വെച്ച് ഞങ്ങൾ ഏതെടുക്കുക? ചെക്ക് നോക്കി. അപ്പം ഞാൻ നാളെ ഒരു ക്ലാസ് ചോദിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു, നമ്മൾ ആ ചെക്കിൽ ഐസ്ക്രീം പൊതിഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. അതിബുദ്ധിയാണ് നിങ്ങൾ. ഇപ്പോൾ വാല്യൂ മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ എന്താ, ഇതിൻ്റെ വാല്യൂ രണ്ടും അറിയാം. അപ്പോൾ ഉപരി പറഞ്ഞാൽ ചെക്കിൽ ഐസ്ക്രീം പൊതിഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ ആയിരിക്കും നിങ്ങളും കൊണ്ടുപോവുക, സാധ്യതയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് എടുക്കാൻ നേരങ്ങളെ ഈ ചെക്കിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയില്ല? ഇതാണ് ലൈഫ്. ഞാൻ പറഞ്ഞ ലൈഫ് മനസ്സിലായി നിങ്ങൾക്ക്. 16 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടിക്ക് 40കാരന് തിരിച്ചറിഞ്ഞ ലോകത്തിൻ്റെ വാല്യൂ അറിയോ? അപ്പം 40 വയസ്സുള്ള 30 വയസ്സുള്ള 38 വയസ്സുള്ള 45 വയസ്സുള്ള 50 വയസ്സുള്ള ഉമ്മയുടെ, ഉപ്പയുടെ, ഉസ്താദിൻ്റെ, മുന്നിൽ നിൽക്കുന്ന വലിയ മനുഷ്യരുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ആ വാല്യൂ ആണ് നമ്മളെ ലൈഫിനെ നിർണ്ണയിക്കുക. ഇതിനാണ് നമ്മൾ അദബ് എന്ന് പറയാം അല്ലേ? ഓർക്ക് തന്തവൈബാണ് ഓലാണ്ട് ഒഴിവാക്കിയാലോ ഈ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനേ കഴിയൂല. അപ്പോൾ ശരിക്കും ഈ പടച്ചോ അങ്ങനെ തന്നെയാണ് ദുനിയാവിനെയും പഠിച്ചത്, ആഖിറത്തെയും പഠിച്ചത്. ആഖിറത്തിൻ്റെ വാല്യൂ എന്താ നമുക്ക് മനസ്സിലാവില്ല, ദുനിയാവിൻ്റെ വാല്യൂ പെട്ടെന്ന് മനസ്സിലാവും. അത് ഐസ്ക്രീം പോലെയാണ്, നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന രസം രുചിയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ചെക്കിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് സ്വർഗത്തെ ആഖിറത്തിനെ വേണമെങ്കിൽ ഇങ്ങനെ പ്രതീകവൽക്കരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആഖിറത്തിലേക്ക് പോകാൻ മടിയാണ്. കാരണം എന്താ, ഐസ്ക്രീം പെട്ടെന്ന് അലിഞ്ഞു എടുത്ത് അതാ കിട്ടുക. അപ്പോൾ LKG-ക്കാരൻ്റെ ഭാവനയിൽ വാല്യൂ ഇത്രയേ ഉണ്ടാവുള്ളൂ. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ വാല്യൂ, മൂല്യബോധം മാറിക്കൊണ്ടിരിക്കണം. ഇതിനാണ് നമ്മളെ കലാപരിപാടികൾ. നമ്മൾ ഇന്നൊരു പാട്ട് പാടി നാളെ ആ പാട്ട് പോയിട്ട് വരരുത്. ആ പാട്ടിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകണം. അടുത്തൊരു പ്രസംഗം നമ്മൾ പഠിക്കണം, അടുത്തൊരു രചന, കഥ എഴുതണം. അങ്ങനെ സ്വയം നമ്മളെ ദർസിൽ നിന്ന്, നമ്മളെ കോളേജിൽ നിന്ന് ഏറ്റവും മികച്ച പ്രതിഭകളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. ഇതിനാണ് നമ്മുടെ കലോത്സവം. നിങ്ങൾ ശ്രമിക്കൂലേ? എനിക്കറിയില്ല. ശ്രമിക്കുമോ? ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്താ ഇപ്പോൾ മനസ്സിലായത് ഞാൻ പറഞ്ഞിട്ട്? ഞാൻ ഇപ്പം എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകണം. നിങ്ങൾക്ക് ഇപ്പം എന്തേ മനസ്സിലായത്? നിങ്ങളിപ്പോൾ എന്തേ ലാസ്റ്റ് മനസ്സിലായത്? അല്ല, നിങ്ങളിപ്പോൾ എന്തേ ലാസ്റ്റ് എന്തേ മനസ്സിലാക്കിയത്? അറിവ് പഠിക്കണം. പിന്നെ കേട്ടില്ല. കഴിവുകൾ പുറത്തെടുക്കണം. പിന്നെ വലുതാവും തോറും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വളർച്ച ഉയരങ്ങളിലേക്ക് പോകണം. നെക്സ്റ്റ് കേട്ടില്ല. ഓക്കെ. ദെൻ വലിയൊരു പഠിക്കണം. ഞാൻ പഠിച്ചു പറയും. നിങ്ങൾക്ക് ഞാൻ പഠിച്ചറിയാം. 8:30 കറക്റ്റ് ഭക്ഷണം കഴിക്കണം. 8:30 കറക്റ്റ് ഭക്ഷണം കഴിക്കണം. ഇതാണ് ഞാൻ പഠിച്ചൊരു പ്രധാനപ്പെട്ട പാഠം. ഇപ്പോൾ രണ്ടാളും പഠിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ, വലിയ സന്തോഷവും റാഹത്തും നൽകട്ടെ. നമുക്കും നമ്മളെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ സന്തോഷം നൽകട്ടെ.
അവരെ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിക്കൊടുക്കട്ടെ. മരിച്ചുപോയ നമ്മളെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, നേതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മൾ ദ്വാരക്കൂലേ? ദ്വാവസീയത്ത് ചെയ്യാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.